പോന്നാ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. ചില ടോക്കുകൾ, നമ്മുടെ ഡെയിലിയുള്ള ചില ടോക്കുകൾ കൂടുതൽ ആളുകൾ കൂടുതൽ നേരം അത് കാണുന്നതായിട്ട് കാണുമ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറയുന്നതായിട്ട് കാണുന്നു. അത് പല പ്രാവശ്യമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് കൂടുതൽ താല്പര്യം വരുന്നവർ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ എല്ലാവരും എൻ്റെ ടോക്ക് കേൾക്കണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അതങ്ങനെ നമ്മളിത് വളരാൻ സഹായിക്കണമെന്നൊന്നും ഞാൻ ഒരു ഇതിലും പറയാറില്ല. എല്ലാ ടോക്കിലും അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്, പല പ്രോഗ്രാമിലും. പക്ഷെ ഞാനതൊന്നും പറയാറില്ല. ഇത് അങ്ങനെ പറഞ്ഞു കേൾപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നിങ്ങൾ അവരവരുടെ താല്പര്യത്തിനും അവരവർക്ക് ഗുണമുണ്ടാകുമെന്നും ധരിക്കുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കയറിയാൽ മതി. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാര്യം, താല്പര്യമുള്ളവർ രണ്ടാമത് അറിയാതെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുള്ള ധാരണയിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി കഴിയുമ്പോൾ അത് വീണ്ടും അൺസബ്സ്ക്രൈബ്ഡ് ആയി പോകുന്നു. അപ്പൊ അവര് ആ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ആരെങ്കിലും അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച്, സബ്സ്ക്രൈബ് എന്നാണ് കാണുന്നതെങ്കിൽ ഞെക്കുക, സബ്സ്ക്രൈബ്ഡ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് എന്ന് കണ്ടാൽ മാത്രമേ അത് സബ്സ്ക്രൈബ്ഡ് ആക്കാൻ ശ്രമിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ്ഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒഴിവാകുകയാണ് ചെയ്യുന്നത്. അത് കൂടുതലും ചെറുപ്പക്കാരെങ്ങനെ സംഭവിക്കില്ല, അവർക്ക് ശ്രദ്ധ കൂടുതലുണ്ടാകുമല്ലോ. പക്ഷെ ഞങ്ങളെപ്പോലുള്ള പ്രായമായിട്ട് വരുന്നവർക്കുള്ള ഒരു കുഴപ്പമാണിത്. ഇതുമായിട്ട് കൂടുതൽ പരിചയമില്ലാതെ വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ താല്പര്യമില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ആളുകളെ കേൾപ്പിക്കണമെന്നൊന്നും ഞാൻ പറയാറുമില്ല, അത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ താല്പര്യം കൊണ്ട് നമ്മളുടെ കൂടുതൽ അമിത താല്പര്യം കൊണ്ട് ഒന്നുകൂടി ആ ബട്ടണിൽ ഞെക്കി ഒഴിവായി പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട്, സബ്സ്ക്രൈബ്ഡ് എന്നല്ല സബ്സ്ക്രൈബ് എന്നാണ് കാണുന്നതെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർ. അതുകൊണ്ട് കഴിയാവുന്നതും കേൾക്കുന്നവർ ഒരു ലൈക്കോ എന്തെങ്കിലും കമന്റോ ചെയ്താൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നന്നായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുന്നത് താല്പര്യമനുസരിച്ച് മതി. എന്നാൽ നമുക്ക് നമ്മളുടെ ഇതിലേക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് സ്വപ്നം ആണ്. പല കാര്യങ്ങളും ആത്മീയ കാര്യത്തിൽ സ്വപ്നമാണ് നമ്മൾ ഉദാഹരണമായിട്ടെടുക്കുക. എന്താ കാര്യം? ആത്മീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും ഭൗതികം എന്ന് പറയുന്നത് എനിക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള മേഖലയെയും ടൂളിനെയും സംബന്ധിച്ചുള്ളതാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാനുള്ള ടൂൾസാണ് ഏത്? എൻ്റെ കാറും ഈ റോഡും സിഗ്നൽസും ഒക്കെ. അവിടെ മരം നിൽക്കുന്നുണ്ടോ, ആള് നിൽപ്പുണ്ടോ, ഇതെല്ലാം എൻ്റെ എന്താ പറയുന്നത്, യാത്രയിലുള്ള ഭൗതികമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ എന്ന് പറയുന്നത് യാത്രക്കാരനാണ്. എൻ്റെ വെഹിക്കിൾ ഉൾപ്പെടെ എൻ്റെ ഇന്ദ്രിയഗോചരമാകുന്ന, എൻ്റെ ഇവിടെ കാറിന്റെ സ്ഥാനത്ത് നമ്മളുടെ ശരീരം ആണ് നമ്മൾ എടുക്കേണ്ടത്. അത് എൻ്റെ വെഹിക്കിൾ. എൻ്റെ വെഹിക്കിൾ ഉൾപ്പെടെ എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ തന്നെ ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതാണ്
അത് ഞാനല്ല. എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നതൊന്നും ഞാനല്ല. ഞാൻ അനുഭവിയാണ്. അനുഭവിക്കേണ്ടതാണ് ഈ ബാക്കിയെല്ലാം. ശരീരം എനിക്ക് ഇത് കാണാൻ കഴിയുന്നു, സ്പർശിക്കാൻ കഴിയുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ അനുഭവം ആണ്, ഞാനാകുന്ന അനുഭവിയല്ല. അതുകൊണ്ട് ഭൗതികം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുഭവത്തിന്റെ ആ തലത്തിലേക്ക് വരുന്നതും, നമ്മൾ അനുഭവിയായിട്ടുള്ള ഞാൻ അനുഭവത്തിന്റെ തലത്തിൽ എത്താതെ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വിധത്തിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് എന്തും ഭൗതികമാണ്. അതാണ് ഭൂതമായത് എന്ന് പറഞ്ഞത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും പല വിധത്തിൽ പറയുകയാണ്. ഇത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, സ്വപ്നം കാണുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചതായിട്ട് നമുക്ക് അവിടെ അനുഭവം ഉണ്ടാകുന്നു. നമ്മളുടെ ശരീരം കാണുന്നു. ഏതാണ്? പക്ഷെ കാണുന്ന ശരീരം ഈ ശരീരമല്ല. സ്കൂളിൽ പോകുമ്പോൾ കാണുന്നത് വേറൊരു പ്രായത്തിലുള്ള ശരീരമാണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂള് കാണുന്നു, വഴി കാണുന്നു, എല്ലാം കാണുന്നു. പക്ഷേ ഞാൻ കണ്ണടച്ച് ഈ പ്രായത്തിലുള്ളതല്ല, വേറൊരു പ്രായത്തിലുള്ള ആ ഒരു ശരീരം ഉപയോഗിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്താണ് ഈ കാണുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം ഞാൻ എന്ന് പറയുന്ന അവസ്ഥ ആട്രിബ്യൂട്ട് ചെയ്ത് അനുഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്നുള്ള അവസ്ഥ എന്താണ്? ഞാൻ എന്താണ് ആട്രിബ്യൂട്ട് ചെയ്ത് അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാണ്ടോ? ആദ്യം ഭൗതികമെന്നും ആത്മീയമെന്നും തിരിച്ച് ഞാൻ അനുഭവിക്കാനുള്ള ടൂൾസ് ഉണ്ടാക്കി. ആ ടൂൾസ് ഏതൊക്കെയാണ്? ആത്മീയം എന്നും ഭൗതികമെന്നും തിരിയുന്നത് എങ്ങനെയാണ്? ഇന്ദ്രിയ ഗോചരത്വമുള്ളതും ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് തിരിഞ്ഞു. ഇന്ദ്രിയ ഗോചരത്വമുള്ള ഭാഗം ഏതൊക്കെയാണ്? ശരീരം എന്ന് പറയുന്ന ആ അവസ്ഥയാണ്. ആ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. എന്താണ്? ഖരദ്രാവക വാതക ഊർജങ്ങളുടെ കൂട്ടായ്മയാണ് ശരീരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ ഈ ദൃശ്യപ്രപഞ്ചം, ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. ഭൂതമായതെല്ലാം ഏത് രൂപത്തിലാണ് ഭൂതമാകുന്നത്? ഖരദ്രാവക വാതക ഊർജങ്ങൾ. അതുകൊണ്ടാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ഫിസിക്സ് ഈ ഊർജം വരെയുള്ള ഈ 4 അവസ്ഥകളെ മാത്രമേ അവര് അംഗീകരിക്കുന്നുള്ളൂ. 5ാമത്തെ അവസ്ഥയായിട്ടുള്ള ആകാശം എന്നുള്ള അവസ്ഥ എങ്ങനെയാണ്? ശരീരം എന്ന് പറയുമ്പോഴുള്ള ഈ ഭൗതിക കൂട്ടായ്മ എന്ന് പറയുന്നത് പോലെയാണ് ആകാശത്തെ നമ്മൾ വേറൊരു ആത്മീയ കൂട്ടായ്മയായിട്ട് കണക്കാക്കുക. അതിനകത്ത് പെടുന്നതാണ് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ. ആ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ചെയ്ത് ഇതൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ എന്നുള്ള കൂട്ടായ്മയാണ് ആകാശം എന്ന ആ ഒരവസ്ഥയിൽ നമ്മൾ എടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വം ഈ എനർജിയുടെ അപ്പുറത്തേക്ക് പോയപ്പോൾ തീർന്നു. അത് കഴിഞ്ഞ് ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ ആകാശം എന്താണ്? ശൂന്യത എന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങോട്ട് വിട്ടു നമ്മള്. മനസ്സിലാണ്ടോ? അപ്പോൾ ആ ശൂന്യമാകുന്ന ശൂന്യത എവിടെയാണ് തുടങ്ങുന്നത്? അത് ആത്മീയ അവസ്ഥയുടെ തുടക്കമാണ്. ആ തുടക്കം എന്ന് പറഞ്ഞാൽ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ എന്നുള്ള കൂട്ടായ്മ. പക്ഷേ ഈ 8 അവസ്ഥയും ഏതെട്ടവസ്ഥ? ഖരദ്രാവക വാതക ഊർജ മനോബുദ്ധി അഹങ്കാര ചിത്ത
ഇത്രയുള്ള ഈ 8 അവസ്ഥകളും ചേർന്ന ഒരു കൂട്ടായ്മയാണ് ഞാൻ എന്നുള്ള വ്യക്തി ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഞാൻ എന്നുള്ള വ്യക്തി ആരാണ്? മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാണ് വ്യക്തി. പക്ഷെ ഈ വ്യക്തിക്ക് നമ്മുടെ വ്യാവഹാരികമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ നമ്മളെ പ്രകടിപ്പിക്കണമെങ്കിൽ എന്തു വേണം? ഭൗതികമായിട്ടുള്ള ആ ഒരു ടൂള് വേണം. അപ്പോൾ ഇത് ടൂളാണ്. ഏതാണ് ടൂള്? ഖരദ്രാവകവാതക ഊർജങ്ങളെ ടൂളായിട്ട് ഉപയോഗിക്കുന്നു. വ്യക്തിയായിട്ട് അനുഭവിക്കുന്നത് ആരാണ്? മനോബുദ്ധി അഹങ്കാര ചിത്ത. അനുഭവിക്കുന്ന വ്യക്തിക്ക് അനുഭവിക്കാൻ എന്ത് വേണ്ട? ഈ ശരീരത്തിന്റെ ആവശ്യമില്ല അനുഭവിക്കാൻ. ശരീരം എന്തിനാണ്? പ്രകടിപ്പിക്കാനാണ്. എന്തിനാണ് പ്രകടിപ്പിക്കുന്നത്? നമ്മൾ വ്യവഹരിക്കണം. വ്യാവഹാരിക പ്രപഞ്ചമാണിത്. നമ്മൾ ഈ ഒരു കഥ നടക്കണമെങ്കിൽ അതിനകത്ത് അനന്തമായിട്ടുള്ള കഥാപാത്രങ്ങളും മറ്റ് കാര്യങ്ങളും എല്ലാം ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ വേണം. അപ്പോൾ അതെല്ലാം പ്രകടിതമാണ്. ആ പ്രകടിപ്പിക്കാനായിട്ടാണ് നമ്മളുടെ വ്യാവഹാരിക പ്രപഞ്ചം ആവശ്യമായിട്ട് വരുന്നത്. അതിനാണ് നമ്മൾ സ്വപ്നത്തിലാണെങ്കിൽ വേറൊരു പ്രപഞ്ചം ഉണ്ടാക്കിയാലും അവിടെ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഉണ്ടാക്കുന്നു. അപ്പോൾ അനുഭവിക്കുന്ന ഞാൻ അതിന് മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയിട്ട് വ്യാവഹാരികനായിട്ടുള്ള ഞാനെ ഉണ്ടാക്കുന്നു, എന്നെ ഉണ്ടാക്കുന്നു. ആ എനിക്കാണ് ഭൗതികമായിട്ടുള്ള ഖരദ്രാവകവാതക ഊർജങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്റെ ശരീരവും മറ്റ് പ്രപഞ്ചത്തിലെ ശരീരങ്ങളും. മനസ്സിലാണ്ടോ? ജീവനുള്ളതൊന്നും ഇല്ലാത്തതൊന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന മറ്റ് പുറത്തുള്ള ശരീരങ്ങളും ഞാൻ ഉപയോഗിക്കുന്ന ടൂളായിട്ടുള്ള ശരീരവും ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രവർത്തിക്കുന്ന എനിക്ക് ടൂളായിട്ട് തത്സമയം പ്രവർത്തിക്കുന്ന ശരീരവും ഈ ശരീരം കൊണ്ട് വ്യവഹാരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഭൗതിക പ്രപഞ്ചവും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? ഖരദ്രാവകവാതക ഊർജങ്ങൾ കൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്നുള്ള വ്യക്തിക്ക് ഇതിനെ അനുഭവിക്കാനായിട്ട് ഉള്ള ടൂളായിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ത്? മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ എന്ന് പറഞ്ഞത്. ഈ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളും വാസ്തവത്തിൽ എന്റെ അനുഭവിക്കാനായിട്ടുള്ള ടൂളും മറ്റത് നമ്മളെ വ്യവഹരിക്കാനുള്ള ടൂളുമാണ്. മനസ്സിലാണ്ടോ? അത്രയേ ഉള്ളൂ. എന്നാൽ ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ലാതെ നമുക്ക് ഇത് പ്രവർത്തിക്കുന്ന ആ ഒരവസ്ഥയാണ് ഞാൻ എന്ന് വാസ്തവത്തിൽ. അപ്പൊ ഞാൻ എന്നുള്ളത് ഒരു പാരമാർത്ഥികവനായ ഞാൻ, സാക്ഷി രൂപത്തിൽ നിൽക്കുന്ന ഞാൻ, അത് കഴിഞ്ഞ് അനുഭവിയായ ഞാൻ, പിന്നെ പ്രവർത്തകനായ ഞാൻ. ഇങ്ങനെ പ്രധാനമായും 3 തരത്തിലുള്ള ഞാൻ എന്നുള്ളൊരവസ്ഥ ഇവിടെ നിലവിലുണ്ട്. 3 അല്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ ഭാഗം ചെയ്ത് ആദ്യം നമ്മൾ സാഹിത്യം, സയൻസ് എന്ന് പറഞ്ഞു, പിന്നെ സയൻസിനകത്ത് പിരിഞ്ഞു പോണ പോലെ ഇതെല്ലാത്തിലും പിരിവുകൾ ഇഷ്ടം പോലെ വരുന്നു. പക്ഷെ പ്രധാനമായിട്ടുള്ള പിരിവ് അത് സാക്ഷിയായിട്ടുള്ള ഞാൻ, അനുഭവിയായിട്ടുള്ള ഞാൻ, പ്രവർത്തകനായിട്ടുള്ള ഞാൻ. അപ്പോൾ അതേപോലുള്ള ഈ അവസ്ഥകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഓരോന്നിൽ നിന്നും പുരോഗമനം ഉണ്ടാക്കാനാണ് നമ്മളുടെ ശ്രമം. അതിനാണ് തപസ്സും മെഡിറ്റേഷനും ഒക്കെ കൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ആ എണ്ണം കൂട്ടി കൊണ്ടുവരികയാണ് നമ്മളുടെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യുന്ന ആ പുരോഗമനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങൾ കൂടും തോറും നമ്മൾ ബാക്കിയുള്ളവരുടെ ദൃഷ്ടിയിൽ, എന്നുവെച്ചാൽ നമ്മളുടെ വ്യാവഹാരിക ലോകത്തിലാണ് ഞാനെന്നും ബാക്കിയുള്ളവരുമായിട്ട് തിരിഞ്ഞത്. അവിടെ ആ വ്യാവഹാരിക ലോകത്തിൽ ബാക്കിയുള്ളവർ. വാസ്തവത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു നാടകം നടത്തുമ്പോൾ
ഞാൻ എന്നുള്ള വ്യക്തി അവിടെ ഞാൻ ഏത് വേഷമാണോ ചെയ്യുന്നത് ആ വേഷത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങളും ഡയലോഗ്സും സെറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞതുപോലെയാണ് വ്യാവഹാരിക ലോകത്തിൽ നാനാത്വം വരുന്നത്. കാരണം ഞാൻ എന്നുള്ള അനുഭവിയും എനിക്ക് അനുഭവിക്കാനുള്ള വിഷയങ്ങളുമായിട്ട് മാറുകയാണ്. അവിടെ ആ വിഷയങ്ങൾക്ക് നമ്മൾ ആ വിഷയങ്ങളെ എനിക്ക് അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ആ വിഷയങ്ങൾക്കാണ് ഞാൻ ഒരു സിദ്ധന് ഓരോ ഇന്ദ്രിയങ്ങൾ കൂടുന്തോറും ഈ അനുഭവിക്കുന്ന ആ ഇന്ദ്രിയങ്ങൾ കൂടുതലായിട്ട് ഉണ്ട് എന്ന് പ്രകടിപ്പിക്കുന്ന വ്യക്തിയെ മറ്റുള്ള ആ വിഷയങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ സിദ്ധനായിട്ട് കണക്കാക്കുന്നു. എന്നാൽ അനുഭവിയെ സംബന്ധിച്ച് അത് അയാളൊരു സിദ്ധനായിട്ടല്ല അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മതി. ഓം നമഃ ശിവായ.